ശരിയാണല്ലോ, നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിച്ച ദൈവം എവിടെ, ഇനി വേണ്ട, പ്രാർത്ഥനയൊന്നും വേണ്ട, ഞങ്ങളിതൊക്കെ നിർത്തിപ്പോവുകയാണ് എന്നല്ല പറഞ്ഞത്. അവരതിനെ കൂടുതൽ പഠിക്കുകയാണ് ചെയ്തത്. അപ്പം അതാണ് സനാതന ധർമ്മത്തിന് നമ്മൾ എത്ര തന്നെ ആരൊക്കെ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നശിക്കില്ല. അതുകൊണ്ടാണ് സനാതനമാകുന്നത്. സനാതന ധർമ്മം എന്നും നിലനിൽക്കുന്നതാണ്. അത് ഊതിക്കാച്ചിയ ഇരുമ്പ് പോലെ അതങ്ങനെ ജ്വലിച്ച് നിൽക്കും. അത് എത്രത്തോളം നിങ്ങൾ വിമർശിക്കുന്നോ അത്രത്തോളം അത് ജ്വലിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്നത്. അത് ഇതിനെ വിമർശിക്കും തോറും നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഉണരും, അതിന് എതിരായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ എത്രത്തോളം വിമർശിച്ചാലും അത് നശിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ വിമർശനമാണ് വേണ്ടത്. നിരന്തരം വിമർശിക്കൂ നിങ്ങൾ, അപ്പോൾ അതിനനുസരിച്ച് ഇത് ജ്വലിച്ചു കൊണ്ടിരിക്കും.